നമസ്തേ എവരി വൺ. ഞാനിന്ന് കൃതജ്ഞതയുടെ രസതന്ത്രം അഥവാ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കെമിസ്ട്രി എന്താണെന്നുള്ളതിനെക്കുറിച്ച്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഡോക്ടർ റോബർട്ട് എമ്മോസിൻ്റെ പഠനമാണ് ഞാൻ ലാസ്റ്റ് നോക്കിയത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും വെൽബീങ് എൻഹാൻസ് ചെയ്യും, ഡിപ്രഷൻ ഇല്ലാതാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതിൽ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ഡൊപ്പാമൈൻ ഇമ്പാക്റ്റ് ബ്രെയിനിലുണ്ടാകും, സെറിറ്റോണിൻ ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും, അപ്പോൾ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിലൊരു പഠനം ഡോക്ടർ മിഷേൽ ഇ മക്ലോൻ്റെയാണ്. അത് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഈ സോഷ്യൽ ബോണ്ടുകൾ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും, കോർട്ടിസോൾ ലെവൽ നന്നായിട്ട് കുറയും എന്നുള്ളതാണ്. ഡോക്ടർ മാർട്ടിൻ ഇ.പി. സെലിഗൻ, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, അദ്ദേഹത്തിൻ്റെ പഠനം ഈ പറഞ്ഞതുപോലെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ് ഏതാണ്ട് ഡബിളിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് മെൻ്റൽ ഹെൽത്തിൽ വളരെ മുന്നേ പോകും. പിന്നെ അലക്സ് കോർബയുടെ സ്റ്റഡിയുണ്ട്, അത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെയാണ്. അപ്പോൾ അവിടെ ഈ നമുക്ക് ബ്രെയിനിലുള്ള ഈ പറഞ്ഞ ഹാപ്പിനെസ് ആക്ടിവേഷൻ, റിവാർഡ് ആൻഡ് റിലീസിങ്, സെറോട്ടോണിൻ ആൻഡ് ഡോപാമൈൻ ഒക്കെ നമുക്ക് മൂഡ് എപ്പോഴും ഉയർന്നു നിൽക്കാനായിട്ടുള്ള സൗകര്യമായിരിക്കും. പിന്നെ പല സ്റ്റഡികളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ സ്റ്റഡീസ് മൊത്തം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്നു ജീവിതത്തിൽ. ഇതാണ് നമുക്ക് മൊത്തത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫൈൻഡിങ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അതൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? കൃതജ്ഞത എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഈ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ്ലി നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നമുക്കത് എന്താണ് നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നതിനായിട്ട്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ഹ്യൂമിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവർക്കെപ്പോഴും ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും ഒരു ബ്ലെസ്ഡ് ആണ്. കാരണം അവരുടെ ബ്ലെസ്ഡ് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, അവരൊക്കെ മോശമുള്ള സൈഡൊന്നും കാണത്തില്ല. ഇവരെപ്പോഴും ഓപ്റ്റിമിസം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഒരു പ്രധാനമായിട്ടും അപ്രിസിയേഷനിൽ നമുക്ക് അവർക്ക്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ഇത്. പിന്നെ ഒരു വൗ ഫീലിംഗ് ഉണ്ട്, ഒരു അമേസ്ഡ്, ഒരു ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു വലിയ എക്സ്പെക്റ്റേഷനിലാണ്. അബണ്ടൻസ് വളരെ കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചെല്ലാം വളരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഓരോ ചെറിയ നേട്ടങ്ങൾ വരുമ്പം. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പയറ്റി. അപ്പോൾ അവിടെ നമുക്കൊരു എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഒരു ഫീലിങ്ങോട് കൂടി അപ്പോൾ ഞാൻ വീണ്ടും കൂടുതലും ഈശ്വരാനുഗ്രഹത്തിൽ നന്ദി കാണിച്ചുകൊണ്ടിരിക്കണമെന്ന്. പിന്നെ വേറെ വിധത്തിലൊരു ആഫർമേഷൻ, അത് നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയും ഒരു പർപ്പസും നമുക്ക് സ്വീകാര്യത കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഒരു 3 ബ്രോഡർ കാറ്റഗറി നമ്മൾ നോക്കുമ്പം പലപ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വിധത്തിലുള്ള അപ്രിസിയേഷനാണ്. താങ്ക്ഫുൾ ഫോർ ഗുഡ്, നമുക്ക് എവിടെ നിന്ന് നന്മ കിട്ടിയിട്ടുണ്ടോ. ഇപ്പോൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, പൊസഷൻ, ഈ 3 കാര്യത്തിൽ നമുക്ക് ഹെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് പൊസഷൻ. പിന്നെ അതുപോലെ തന്നെ ഗുഡ്നെസ്സിൽ റെക്കഗ്നൈസിങ് ആൻഡ് ബീൻ ഗ്രേറ്റ്ഫുൾ ഫോർ പോസിറ്റീവ് ക്വാളിറ്റീസ് ആൻഡ് ആക്ഷൻസ് ഓഫ് അതേഴ്സ്. അയാളിൽ ആ ക്വാളിറ്റി കണ്ടല്ലോ, മോനിൽ, ഭാര്യയിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിൽ ആ ക്വാളിറ്റി കണ്ടു. അപ്പോൾ അതിനൊരു റെക്കഗ്നൈസ് ചെയ്യുന്നതും ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓൾവേസ് യു കണ്ടിന്യൂ റെക്കഗ്നൈസിങ്. ഒരു നല്ല സ്പീച്ച് കേട്ടാൽ, അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് സ്വീകാര്യത കാണുകയാണെങ്കിൽ അതിന് പുറകെ നടത്തിയ പഠനങ്ങൾ, അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇങ്ങനെ വരെ ഉള്ളവർക്ക് ഗ്രോത്ത് ഒന്നായിട്ട് വരുന്നു. ദേ ആർ താങ്ക്ഫുൾ ഫോർ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. അപ്പോൾ അവർക്ക് പഠനം നന്നായിട്ട് കൂടും. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കമ്പോണൻസ് നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻവോൾവ്സ് സെവറൽ കമ്പോണൻസ്. അത് പ്രധാനമായിട്ടും നമുക്ക് പോസിറ്റീവ് ഇമോഷനാണ്. അപ്പോൾ അത് ഒന്നാമതായിട്ട് നമുക്ക്
റെക്കഗ്നേഷൻ അതുണ്ടല്ലോ, എനിക്കതുണ്ടല്ലോ, അല്ല മറ്റുള്ളവർക്ക് അതുണ്ട്, മറ്റുള്ളവരിൽ ആ ക്വാളിറ്റി ഉണ്ടല്ലോ. അക്നോളജിങ് ദ ഗുഡ് തിങ്സ് ഇൻ വൺസ് ലൈഫ് ആൻഡ് എഫർട്ട്സ് ഓഫ് അതേഴ്സ്. പാരൻസ് നമുക്ക് വേണ്ടിയിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രദറിന് വേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, സിസ്റ്ററിന് വേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ റെക്കഗ്നേഷൻ പോലെ തന്നെ രണ്ടാമത്തത് ഒരു ഇമോഷനാണ്, എ ഫീലിംഗ് ഓഫ് താങ്ക്ഫുൾനെസ്, ഒരു അപ്രിസിയേഷൻ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്നു. അപ്പം അപ്പോൾ ഈ എക്സ്പ്രഷനാണ് മൂന്നാമത്തെ കാര്യം. ഇമോഷൻ കഴിഞ്ഞാൽ എക്സ്പ്രഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു? വാക്കാൽ പറയുന്നു, അതോ ആക്ഷൻസിലാണോ, അത് ജസ്റ്റേഴ്സ് വഴിയാണ് നമ്മളിതൊക്കെ കാണിക്കുന്നത്? എന്താണ്? മറ്റൊന്ന് റിഫ്ലക്ഷൻ, നമ്മളുടെ തോട്ടിൽ നമ്മൾ പുറകോട്ട് പോയിട്ട് റീവിസിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആ മൊമെൻറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വീണ്ടും പോകുന്നതാണ്. ഓർമ്മകളിൽ, സ്മൃതിയിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ലൈക്ക് കീപ്പിംഗ് എ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പുറകോട്ട് മറിച്ച് നോക്കുമ്പോഴെല്ലാം ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അംശങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആ കെമിസ്ട്രി ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് വഴികളിലാകാം. അപ്പോൾ നമുക്ക് ഒരു വെർബൽ എക്സ്പ്രഷൻസ് ആകാം, എലാബറേറ്റ് ജസ്റ്റേഴ്സ് ആകാം, അതുപോലെ തന്നെ ചില വാക്കുകൾ പറയുന്നതായിരിക്കും, സിംപിളി താങ്ക് യു പറയുന്നതായിരിക്കാം. ഇനി എക്സ്പ്രസിങ് അപ്രിസിയേഷൻ ഇൻ പേഴ്സൺ ഓർ ഓവർ ദ ഫോൺ ഓർ വയ്യ വാട്സപ്പ്, നമ്മൾ മെസ്സേജ്, SMS. ഇനി അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ട് സംഭവം വരുമ്പോൾ ഷോയിങ് എന്തൂസിയാസം, അതിനോട് കാണിക്കുന്ന ഓ യു മെയ്ഡ് മൈ ഡേ ഗ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കൺവേ ഡീപ്പർ ഗ്രാറ്റിറ്റ്യൂഡ്. ചില ആൾക്കാർ ഇപ്പം റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചിലപ്പം അവിടുത്തെ നാപ്കിനിലൊക്കെ ചിലപ്പോൾ എഴുതിയിട്ട് നമ്മൾ അവിടെ നല്ല ഫുഡ് കൊണ്ട് കൊടുത്ത ആൾക്ക് ചിലപ്പോൾ കൊടുത്തു വിടും. ഇവിടെ അത് കേരളത്തിൽ പൊതുവെ കുറവാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ റിട്ടേൺ എക്സ്പ്രഷൻസ് നമ്മൾ പലപ്പോഴും അത് എവിടെ നമുക്ക് കിട്ടിയാൽ അതൊന്ന് പാസ് ചെയ്യുക എന്ന് പറയുന്നത്, അതൊന്ന് പ്രകടിപ്പിക്കാൻ നമുക്കുണ്ടാകുന്ന ബ്രെയിനിലെ കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ എത്രമാത്രം വന്നു, അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ആ ഒരു അവിടെ നമ്മൾ കുറച്ച് നേട്ടം ഉണ്ടാക്കിയതിൻ്റെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്, പിന്നെ അവരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത്, തോട്ട്ഫുള്ളാകുന്നത്, അന്നേരം നമുക്ക് ഈ പോസിറ്റീവ് കെമിക്കൽസ് വരുന്നതാണ്. പേഴ്സണൽ ഗിഫ്റ്റ്, പിന്നെ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് പ്രോജക്ട്സ് അവതരിപ്പിക്കുക, ഇല്ലെങ്കിൽ യൂസിങ് ആർട്ട്, മ്യൂസിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരത് കേൾക്കുകയോ അനുഭവിക്കുകയോ ഒരു പടമാണെങ്കിലും കാണുമ്പം. ഇനി നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആളോട് തോന്നുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിലെല്ലാം നമുക്കാണ് ഗുണം ചെയ്യുമ്പം, ഇത് അവർക്കല്ല ഗുണം. അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഇത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് കെമിസ്ട്രി കിട്ടുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പേരിൽ വിസിറ്റ് ചെയ്യുക, നമ്മുടെ പഴയ ഒരു പ്രൊഫസറെ വിസിറ്റ് ചെയ്യുക, അപ്പോൾ ഫേസ് ടു ഫേസ് വിസിറ്റ് ചെയ്യുക, ഇല്ല പബ്ലിക് അക്നോളജ്മെൻറ്റ്. നമ്മൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഷെയറിങ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്കിൽ, ഒരു പബ്ലിക് മീറ്റിങ്ങിനകത്ത്, ഒരു മീഡിയയിൽ പറയുക. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡുകൾ പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ ഗ്രാറ്റിറ്റ്യൂഡുകൾ ഞാൻ എക്സ്പ്രസ് ചെയ്യാം അവരുടെ ഐഡിയാസ് വരുമ്പോൾ. അപ്പം പിന്നെ ഡെയിലി പ്രാക്ടീസസിൽ മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ് ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ മേക്കിംഗ് ടൈം ടു എൻജോയ് സിമ്പിൾ പ്ലഷേഴ്സ് ലൈക്ക് മോർണിംഗ് കോഫി ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും, അപ്പോൾ അതിനോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്. അത് ശരിക്കും പറഞ്ഞാൽ അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കെമിസ്ട്രി മാറിക്കൊണ്ടിരിക്കുക, നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് എൻകറേജിങ്, കോംപ്ലിമെൻറ്റിങ് അതേസ് ആസ് എ ഫോം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നമുക്കൊരു റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ആയിട്ട് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. പിന്നെ നമുക്ക് മെഡിറ്റേഷനിൽ, എപ്പോഴും മെഡിറ്റേഷനിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ആ ദിവസം കിട്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഒരു 100,000 ഗ്രാറ്റിറ്റ്യൂഡിൽ കൊണ്ടൊക്കെ കടന്നു പോകാം. ഇനി നമുക്ക് ഈ ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി ചിലപ്പോൾ നമുക്ക് പുറകോട്ട് പോയിട്ട് ഇതിൻ്റെ ആൾക്കാരെ സഹായിച്ചില്ലേ. എനിക്ക് കിട്ടിയിട്ടുള്ള സഹായമോ അറിവുകൾ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന വോളിയംസ് ബുക്കുകൾ എഴുതിയാൽ തീരത്തില്ല. റിഫ്ലക്റ്റിംഗ് ഓൺ പോസിറ്റീവ് മെമ്മറീസ്, അപ്പോൾ അവിടെ നമുക്ക് അത് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ നമുക്ക് പലതായിട്ട് തിരിക്കുമ്പം
നമ്മളതിനെ എന്താണ് ഓഫറിങ് ഒരു വളരെ യുണീക്കായിട്ടുള്ള ബെനിഫിറ്റ്സ്. ഹ്യൂമിലിറ്റിയാണ് നമ്മളവിടെ എപ്പോഴും അധ്യാപകരോടൊക്കെ കാണിക്കേണ്ട ഹ്യൂമിലിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു ഫീലിംഗ് ഓഫ് സ്പെഷ്യലി ബ്ലെസ്ഡ് ഒരു ഫീലിംഗ് ആണ് നമ്മൾ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഓപ്റ്റിമിസം, പിന്നെ ഇൻഡൾജ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രിഷ്യേറ്റിംഗ്, നമ്മൾ അവിടെ അപ്രിഷ്യേറ്റീവാണ്, ഒരു വൗ ഫീലിംഗ് അത് നമുക്ക് ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് അബണ്ടൻസ്, നന്നായിട്ട് അബണ്ടൻറ്റിൻ്റെ ഫീലിംഗ് ഉണ്ടാകുക. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പയറ്റി, എപ്പോഴും നമുക്ക് ദൈവാനുഗ്രഹം കിട്ടി എന്നുള്ളൊരു ഫീലിംഗ്. അങ്ങനെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ആസ്വദിക്കാം. ഇനി നമുക്ക് ഇത് കൂടാതെ ഇതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ ഇപ്പം നമ്മൾ വെർബലി പറഞ്ഞോ, വാക്കാൽ പറഞ്ഞോ, കണ്ണുകൊണ്ട് എക്സ്പ്രസ് ചെയ്തോ, നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതിയോ. എൻ്റെ പുസ്തകങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഓരോ സ്ഥലങ്ങൾ വരുന്നുണ്ടല്ലോ. പിന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് നമ്മൾ ചെയ്തോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്, പ്രത്യേകിച്ച് ഡൊപ്പാമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുമ്പോഴാണ് നമുക്കൊരു ഫീൽ ഗുഡ് വരുന്നത്. അപ്പോൾ ഒരു പ്ലഷറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എൻഹാൻസസ് മൂഡ്, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മൂഡ്. സെറിറ്റോണിൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജീവിതത്തിൽ വളരെ ക്രൂഷ്യൽ റോളാണ്. അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കാനും ഓവറോൾ ഇമോഷൻസിനെ വെൽബീയിങ്ങിനെയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കൗണ്ടർ ഇഫക്റ്റീവായിട്ടാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നന്നായിട്ട് കൂടുതലുള്ളപ്പോൾ നമുക്ക് ഓക്സിറ്റോസിനും, അപ്പോൾ ലവ് ഹോർമോൺ ആണല്ലോ അത്. അപ്പോൾ അത് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യും, വേറെ എവിടെയും ഉള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ. അതുകൂടാതെ നമുക്ക് എൻഡോർഫിൻസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ബോഡിയെ മൊത്തമായിട്ടൊരു കംഫർട്ടിലേക്ക്, അപ്പോൾ നമുക്ക് ലൈഫ് കംഫർട്ടബിൾ ആണെങ്കിലും സുഖകരമായിട്ട് തോന്നണമെങ്കിലും ഉള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയാനായിട്ട് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾവേസ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് നമുക്ക് പെയിന്, അസുഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ തൗസൻഡ്സ് ഓഫ് ടൈംസ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെയല്ല, നമുക്ക് അഡ്വേഴ്സ് ഹോർമോൺസ് ബോഡിയിലുണ്ടാകുന്നത് ലൈക്ക് കോർട്ടിസോളൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തോളും. ഇനി നമ്മളത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതുമായിട്ട് കണക്റ്റ് ചെയ്ത ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ടാകുന്നു. ഇതുവഴി നമുക്ക് മെൻ്റൽ ഹെൽത്ത് വളരെ ഉഷാറാകുന്നുണ്ട്. ഓവറോൾ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ റെസീലിയൻസ്, നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, ബ്ലഡ് പ്രഷർ, അപ്പോൾ ഹാർട്ട് റേറ്റ് ബെറ്റർ ആകുന്നുണ്ട്. നമുക്കതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി, നമുക്ക് പിന്നെ ഇൻസോമാനിയ എന്നൊക്കെ നമ്മൾ പുറത്തോട്ട് വരും. ഇമ്മ്യൂൺ ഫങ്ഷൻസ് വളരെ ബെറ്റർ ആവും. സോഷ്യൽ ബെനിഫിറ്റ്സ്, സോഷ്യൽ ബന്ധങ്ങൾ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രസ്റ്റ്, മറ്റുള്ളവർക്ക് നമ്മളിലോട്ട് ട്രസ്റ്റ് ഒത്തിരി കൂടും. അതുപോലെ തന്നെ നമുക്ക് ഒരു സോഷ്യൽ റിലേഷൻസ് എല്ലാം ഒരാളെ പരിചയപ്പെടുത്തിയ കാര്യവും സ്മരിക്കുകയും അവരോടത് പറയുകയൊക്കെ ചെയ്യും. കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്തുകയും, അപ്പം മറ്റുള്ളവരുടെ കൈൻഡ്നെസ്സും ആക്ട് ഓഫ് കൈൻഡ്നെസ്സും അതുപരമായിട്ട് നമ്മുടെ ആക്ട് ഓഫ് കൈൻഡ്നെസ്സും ഒക്കെ കൂടും. അപ്പോൾ ഒരു ഇമോഷണൽ വെൽബീയിങ്ങും സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഇന്ന ഭാഗമാണ് നമുക്ക് മാറ്റം വരുന്നത്. സാധാരണഗതിയിൽ ഒരാൾക്ക് പിന്നെ ഏത് കോർട്ടെക്സിൽ എന്ത് മാറ്റം വരുന്നു എന്നൊക്കെ വിശദമായിട്ടുള്ള പഠനങ്ങളുണ്ട്, ന്യൂറോളജിക്കൽ പഠനങ്ങളുമൊക്കെയാണ്. ഡോക്ടർ സാറ ആൽഗോയുടെ നോർത്ത് കരോളിന യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനമുണ്ട്. അവർ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് മെച്ചപ്പെടും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ശരി, ഏത് വിധത്തിലുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഇൻക്രീസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് അറ്റ്ലീസ്റ്റ് 1000 times. ഓക്കെ. അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ തന്നെ ഓക്സിറ്റോസിൻ നന്നായിട്ട് മാറുന്നു. പിന്നെ ഡോക്ടർ പോളിൻ്റെ സ്റ്റഡിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ക്ലെമൻറ്റ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഓക്സിറ്റോസിന് സോഷ്യൽ ബോണ്ടിങ്ങിൽ ഒരുപാട് വരുന്നു. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പം സോഷ്യൽ ബോണ്ട് നമുക്ക് വരികയും നമ്മളിലേക്ക് ഒരുപാട് പേർക്ക് ട്രസ്റ്റും നമ്മളുടെ ജനറോസിറ്റി ബാക്കിയുള്ളവർ അക്നോളജ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കണ്ടെത്തിയത്. ഇനി അതുപോലെ ഡോക്ടർ റിച്ചാർഡ് മാക്നെയിലിയുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡിയാണ്. അതിനകത്തുള്ള കണ്ടതിൻ്റെ അവരുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് വളരെ മെച്ചമാകുന്നു. ഈവൻ നമുക്ക് ചെറിയ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉള്ള ആൾക്കാർ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് എവറി ഡേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നമ്മുടെ ഒരുവിധപ്പെട്ട മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഈവൻ സൈക്കാട്രിക് ടാബ്ലറ്റ്സ് കഴിക്കാതെ തന്നെ സ്ലോലി നോട്ട് ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന്. തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണല്ലോ. ഇനി നമുക്ക് ഡോക്ടർ ക്രിസ്റ്റിൻ ഫ്രാൻസിസിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഊട്ട അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത് അതിനകത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഡോപ്പാമിൻ അങ്ങ് ബൂസ്റ്റ് ചെയ്യും, സെറിറ്റോണിൻ, അതുപോലെ തന്നെ ഇമോഷണൽ റെസീലിയൻസ് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമ്മൾ പതറിപ്പോകത്തില്ല, താഴേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ കാതറിൻ ജാക്സൺ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അവരുടെ ഒരു സ്റ്റഡിയാണ് അവരുടെ ജേണലിൽ അവർ എഴുതിയിരിക്കുന്നത്. അവർ ചെയ്തത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപാട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഓക്സിറ്റോസിൻ വരുന്നു, ഡൊപ്പാമൈൻ വരുന്നു, അപ്പം ഇതിൻ്റെ ഒരു സെറിറ്റോണിൻ വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് മൂഡ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഈ മൂഡ് കൂടെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ സ്റ്റഡി മൂഡിൽ പോകാനായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു വലിയ ദിവ്യ ഔഷധമായിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഉറക്കം കൂടും. ഉറക്കമാണ് നമ്മുടെ മനുഷ്യൻ കഴിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് കഴിക്കാതെ തന്നെയുള്ള ഉറക്കമാണെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഈ കറക്റ്റായിട്ട് ഉറങ്ങുകയും സഫിഷ്യൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ അപ്പോൾ എവിടെയും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ചാണ് പറയുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഈ കൃത്യതയോടുകൂടി പറയാനായിട്ട് ഞാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാനിത് നിങ്ങളടുത്ത് പറഞ്ഞു. അപ്പം എനിക്കിതൊരു ദിവ്യാഔഷധമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവ്യാഔഷധമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു അപ്പീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച ഓരോരുത്തരും ഒരു 100 പേർക്കെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ദിവ്യ ഔഷധമാണ്. കയ്യിൽ പണം വരാത്തതും മണി ബ്ലോക്കിനും കടം കയറുന്നതിനും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും എല്ലാം. അപ്പോൾ ഞാൻ ചില സ്ഥലത്ത് കാണുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ ചില ഏരിയയിലൊക്കെ ഈ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കുന്ന ആളോട് ഗ്രഡ്ജുണ്ട്. അപ്പം ശമ്പളം കൊടുക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എംപ്ലോയീസിന് ഭയങ്കര സന്തോഷമാണ്. അവർ വലിയൊരു ഉത്സവം പോലെയാണ് കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത്. വളരെ തെറ്റായൊരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ടത് അങ്ങനെ ഒരു ജോലി ഉണ്ടായല്ലോ, നമുക്കത് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. നമ്മളെ സ്കില്ല് ചെയ്ത ആൾക്കാരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരും വളർത്താൻ സഹായിച്ച ആൾക്കാരും ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിനോടുപരി ആരെങ്കിലും ഒരു സംരംഭം ഉണ്ടാക്കിയാലല്ലേ നമുക്കിപ്പം കേരളത്തിൽ സംരംഭങ്ങൾ ഒരുപാട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരുടെയും ഇപ്പം നിങ്ങളിത് കാണുന്നുണ്ടോ, ഞാനുമായിട്ട് നേരിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നു വരത്തില്ല. പക്ഷേ നമുക്ക് കേരളം ഒരു വ്യവസായ ശാലയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പഠിക്കണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കൂടെ ഒരു കമ്പോണൻറ്റ് പറഞ്ഞിരുന്നു, റെക്കഗ്നൈസിങ് കൂടെയാണ്. നമുക്ക് ജോലി തരിക, ഇല്ല ശമ്പളം തരിക എന്ന് മാത്രമല്ല, അല്ലെ സർവീസ് തരിക, ഇല്ല ഹോട്ടലിൽ നമുക്ക് സർവീസ് കിട്ടുക, അത് മാത്രമല്ല. നമ്മളത് ചെയ്താൽ മാത്രമേ കേരളത്തിൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും അടുത്ത തലമുറയ്ക്കെങ്കിലും മാറി കിട്ടുള്ളൂ. സോ നമുക്കവിടെ പല കാര്യങ്ങൾ കൊണ്ട് എത്ര കാര്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ നോക്കിയാലാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളൊരു സ്വല്പം നേരത്തേക്ക് അയാളെ കാണുന്നുള്ളൂ. അപ്പം അയാൾ ഇറിറ്റേഷനും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമുക്കങ്ങനെ ഒരു സംവിധാനം കിട്ടിയതിന് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ, ആ ജോലിക്ക് ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലൊരു 1000 പ്രാവശ്യമെങ്കിലും നമുക്ക് ആ ജോലിയോടും തോന്നണം, ആ റോളിനോടും തോന്നണം, ആ ജോലിയോടും തോന്നണം, ശമ്പളം തരുന്ന ആളെക്കുറിച്ചും തോന്നണം. അപ്പോൾ നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ നമ്മുടെ മൂഡ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ അവസരങ്ങൾ, ഇതിലും വലിയ ജോലികളിലേക്കും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ, ഇതിലേക്കൊക്കെ നമ്മൾ കടന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൽ കണ്ട്, ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് ഒരുപാട് നീട്ടി പറയാതെ വളരെ ചുരുക്കി പറഞ്ഞേക്കുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 1000 പ്രാവശ്യമൊക്കെ, എത്ര മാരക രോഗത്തിൽ കിടന്നാലും 1000 പ്രാവശ്യമൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ മതി. ആൻഡ് സംടൈംസ് യു എക്സ്പ്രസ്, ഒരു 100 പ്രാവശ്യം എക്സ്പ്രസ് ചെയ്യുകയും ബാക്കി 900 പ്രാവശ്യം മനസ്സിൽ ഫീൽ ചെയ്യും പെർ ഡേ. നമുക്ക് ഒരു തേർഡ് പാർട്ടി എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ വിശ്വാസം വരാത്ത ഒരു മാറ്റമായിരിക്കും നിങ്ങളൊരു 100 ഡേയ്സിൽ ലൈഫിൽ വരുന്നത്. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും കൂടെ എഴുതിക്കൊണ്ട് ചെയ്തോളൂ. ലോട്ട് ഓഫ് ചേഞ്ചസ് വിൽ ബി ദെയർ. ഓൾ ദി ബെസ്റ്റ്.